തായ്ലൻഡ് പട്ടായയിലെ ബീച്ച് റോഡിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ സഞ്ചരിക്കുന്ന ബസ്സിൽ നിന്ന് എടുക്കുന്ന ദൃശ്യങ്ങളാണ്. എൻ്റെ മൊബൈൽ ക്യാമറയിലാണ് ഇതെല്ലാം പകർത്തിയത്. പക്ഷേ നല്ല ക്ലാരിറ്റിയുള്ള ഫോണായതുകൊണ്ട് ചിത്രമെല്ലാം ദൃശ്യങ്ങളെല്ലാം നല്ല ഭംഗിയായി തന്നെ ലഭിച്ചിട്ടുണ്ട്. പട്ടായ നൈറ്റ് ലൈഫിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് പട്ടായ ബീച്ച് റോഡും വാക്കിംഗ് സ്ട്രീറ്റുമെല്ലാം. ഈ ബീച്ച് റോഡിൻ്റെ ഭാഗമായി തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഈ പ്രദേശങ്ങളിലാണ് പട്ടായയിലെ നൈറ്റ് ലൈഫുകൾ, അതായത് രാത്രികാല ആഘോഷ പരിപാടികൾ എല്ലാം തകൃതിയായി നടക്കുന്നത്. ഈ നിൽക്കുന്ന സ്ത്രീകൾ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരെ സ്നേഹിക്കുവാനായി വെമ്പൽ കൊണ്ട് നിൽക്കുന്ന സ്ത്രീകളാണ്. പലരും പോയി വില പേശുന്നുണ്ട്. വില കൊണ്ട് ഒത്തിട്ടുണ്ടെങ്കിൽ അവർ കൂട്ടിക്കൊണ്ട് പോകും. അല്ലെങ്കിൽ അടുത്തയാളെ കുറഞ്ഞ വിലയ്ക്ക് സ്നേഹിക്കാൻ തയ്യാറായി നിൽക്കുന്ന മറ്റ് സ്ത്രീകളുണ്ട്. നിരവധി ആയിരക്കണക്കിന് സ്ത്രീകളാണ് ഈ പ്രദേശങ്ങളിൽ ഇങ്ങനെ ലൈംഗിക തൊഴിലാളികളായി ജീവിക്കുന്നത്. ഇവിടെയൊന്നും ഒരു സദാചാരവാദി കയറി ആക്രമിക്കുകയോ കൂട്ടിക്കൊണ്ട് പോകുന്നവരെ കളിയാക്കുകയോ ആരാ പോകുന്നതെന്ന് നോക്കുകയോ ഒന്നും ചെയ്യില്ല. എല്ലാവരും അവരവരുടെ തൊഴിലിൽ ബിസിയായിരിക്കുകയാണ്. നമ്മുടെ മലയാളത്തിലെ ചില യുവ നടികൾ ഈ അടുത്തയിടെയായി സ്നേഹിച്ചതിന് ശേഷം ഉയർത്തിയ പീഡന ആരോപണങ്ങൾ പോലെ ഇവർ യാതൊരുവിധ ആരോപണവും ഉന്നയിക്കാതെ കൊടുക്കുന്ന പണത്തിന് ഇരട്ടിയായി സ്നേഹിച്ച് സംതൃപ്തിയോടെ തിരികെ പോകുന്നവരാണ് എന്ന് ഇവിടെയുള്ളവർ പറയുന്നു. യാതൊരു പരാതിയുമില്ല, പരിഭവവുമില്ല. കൃത്യമായി അവർ അവരുടെ തൊഴിൽ ചെയ്യുന്നു. ഈ സ്ട്രീറ്റ്, ഈ വാക്കിംഗ് സ്ട്രീറ്റിൽ നിന്നും ബീച്ച് റോഡ് വരെയുള്ള ഈ ഭാഗം ഏകദേശം 1-1.5 കിലോമീറ്ററോളം ദൂരത്തിൽ പല സ്ഥലങ്ങളിലായി നിരവധി യുവതികളാണ് നിൽക്കുന്നത്. 18 വയസ്സ് മുതൽ 40-45 വയസ്സ് വരെ പ്രായമുള്ള യുവതികളാണ് ഈ മേഖലയിൽ സെക്സ് ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇവിടെ നിൽക്കുന്നത്. ഇവിടെയുള്ള ഹോട്ടലുകളിലും അതുപോലെ തന്നെ ബാറുകളിലുമെല്ലാം ഈ നൈറ്റ് ലൈഫിൻ്റെ ഭാഗമായുള്ള ഈ വക പരിപാടികളെല്ലാം നടക്കാറുണ്ട്. പക്ഷേ ഇതാരും നിർബന്ധിക്കാറില്ല. ഇവിടെ കഞ്ചാവ് ഉൾപ്പെടെയുള്ള മദ്യം ഉൾപ്പെടെയുള്ള എല്ലാവിധ വസ്തുക്കളും, കഞ്ചാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുള്ള കഞ്ചാവ് വെറും ഇല ഇങ്ങനെ പൊടിച്ചു വരുന്നതാണ് ഇവിടുത്തെ കഞ്ചാവ്. അവിടെ കഞ്ചാവിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ നിരവധി വസ്തുക്കളാണ് ചോക്ലേറ്റ് രൂപത്തിലും ദ്രാവക രൂപത്തിലും വാതക രൂപത്തിലും പ്ലാസ്മ രൂപത്തിൽ വരെ അവിടെ വിൽപ്പന നടത്തുന്നത്. അതിനെല്ലാം കൃത്യമായ മാനദണ്ഡവും അവർ വെച്ചിട്ടുണ്ട്. രോഗികൾ, 18 വയസ്സിൽ താഴെയുള്ളവർ, ഗർഭിണികൾ, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർ, ഇവർക്കൊന്നും ഇത് നൽകിയില്ല. ഞങ്ങൾ 1-2 സ്ഥലത്ത് പോയി ഇതിന് വില ചോദിച്ചപ്പോൾ അവർ ഞങ്ങൾക്ക് തരാൻ തയ്യാറായില്ല. പാസ്പോർട്ട് കാണിക്കണമെന്നെല്ലാം പറഞ്ഞു. ഞങ്ങളിത് ജസ്റ്റ് ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് ചോദിച്ചത്. അപ്പോൾ മേടിക്കാനല്ല നമുക്ക് മനസ്സിലായത് കൊണ്ടാണെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് തരുന്നതിന് താല്പര്യം കാണിച്ചില്ല. അതുപോലെ മദ്യശാലകൾ, ഈ റൂട്ടിൽ നിരവധി സ്ഥലങ്ങളിൽ കഞ്ചാവ് വിൽപ്പന കേന്ദ്രങ്ങളുള്ളത്. കഞ്ചാവ് എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ നാട്ടിലെ കൂൾബാർ പോലെയുള്ള അത്ര നല്ല ഫർണിഷ് ചെയ്ത ബേക്കറി പോലെ ഫർണിഷ് ചെയ്ത സ്ഥലത്താണ് ഇവിടെ കഞ്ചാവെല്ലാം വിൽപ്പന നടത്തുന്നത്. ബാറുകൾ ഈ മേഖലയിൽ രാത്രി 11 മണി മാത്രമേ പ്രവർത്തിക്കാറുള്ളൂ. പക്ഷേ വാക്കിംഗ് സ്ട്രീറ്റിൽ 11 മണിക്ക് ശേഷം വെളുപ്പിന് 4 മണി വരെ മദ്യം ലഭിക്കും. അത് എൻ്റെ കൃത്യമായ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ്. യാത്രയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഒരു കുപ്പി മദ്യം മേടിക്കുന്നതിന് വേണ്ടി ഞാൻ അവിടെ ഒരു ഷോപ്പിൽ ചെന്നു. ഇതിപ്പോൾ നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റിലെത്തിയിരിക്കുകയാണ്. ഈ ബീച്ച് റോഡിൽ നിന്നും നേരെ നമ്മൾ 1 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാക്കിംഗ് സ്ട്രീറ്റിലെത്താം. ഇവിടെയാണ് പ്രധാനമായും എല്ലാ നൈറ്റ് ലൈഫുകളും നടക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി പറയാം. ഒരു കുപ്പി മദ്യം മേടിക്കുന്നതിന് വേണ്ടി ഞാൻ അവിടെ ഒരു ഷോപ്പിൽ ചെന്നപ്പോൾ ഏകദേശം 11:20 മദ്യത്തിൻ്റെ പേര് അറിയത്തില്ലാത്തതിനാൽ ഞാൻ ബോട്ടിൽ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ അദ്ദേഹം എനിക്ക് മറ്റൊരു ബോർഡ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. 11 മണിക്ക് ശേഷം മദ്യം അലൗഡ് അല്ല എന്ന്. അവിടെ ഒട്ടുമിക്ക എല്ലാ കടകളിലും മദ്യം ലഭ്യമാണ്. അവിടുത്തെ അബ്കാരി നിയമങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലാത്തത് കൊണ്ട് ഞാൻ മേടിക്കാൻ വേണ്ടി വളരെ വൈകിപ്പോയി. പക്ഷേ ഈ വാക്കിംഗ് സ്ട്രീറ്റിൽ
രാത്രി 11 മണി മുതൽ 4 മണി വരെ മദ്യം ലഭ്യമാണ്. പുറമേ മദ്യം കൊടുക്കാത്തതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ പുറമേ നിന്ന് ആൾക്കാർ മദ്യം വാങ്ങി ഈ ഡാൻസ് ബാറുകളിൽ പോയി മദ്യപിക്കുന്നതിനും ബഹളമുണ്ടാക്കുന്നതിനും സാധ്യതയുള്ളതിനാൽ പുറമേയുള്ള ഈ വാക്കിംഗ് സ്ട്രീറ്റിന് പുറത്തുള്ള മദ്യ വിൽപ്പന കേന്ദ്രങ്ങളെല്ലാം നിർബന്ധമായും മദ്യവിൽപ്പന അവസാനിപ്പിക്കണമെന്ന ഒരു നിയമം ഗവൺമെൻറ് തന്നെ കൊണ്ടുവന്നതാണ്. നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ ബിവറേജ് അടച്ചതിന് ശേഷവും ബിവറേജ് നടത്തിപ്പുകാരനോട് ബിവറേജിലെ ഏതെങ്കിലും സ്റ്റാഫിനോട് ഒരു 500 വേണം, 100 രൂപ കൂടുതൽ തരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം ആ സ്പോട്ടിൽ പുറകിൽ കൂടി കൊണ്ടുപോയി കൊടുക്കും എന്ന് പറഞ്ഞതുപോലെ ഇവിടെയൊന്നും ഒരു തരത്തിലുള്ള നിയമലംഘനങ്ങളും ഈ മേഖലയിൽ നടക്കുന്നത് എക്സൈസോ പോലീസോ ഒന്നും അവിടെ ഒരു പരിശോധനയ്ക്കില്ല. അവിടെയെല്ലാം നിയമം അനുസരിക്കാൻ വേണ്ടി തയ്യാറായ ജനസമൂഹമാണ് ജീവിക്കുന്നത്. അങ്ങനെ 11 മണിക്ക് ഈ മദ്യം വിൽപ്പന പുറമെ അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം 9 മണിക്ക് മാത്രമാണ് മദ്യവിൽപ്പന പുനരാരംഭിക്കുക. ഈ സമയമെല്ലാം ഈ വാക്കിംഗ് സ്ട്രീറ്റിൽ ഈ കാണുന്ന സർവ്വ സ്ഥലത്തും ഇവിടെ എല്ലാം കൂടുതൽ ഡാൻസ് ബാറുകളാണ്. ഇവിടെ നഗ്ന നൃത്തങ്ങൾ നടക്കാറുണ്ട്, ഇവിടെ സെക്സ് സർക്കസുകൾ നടക്കാറുണ്ട്, പല പല ഐറ്റംസും ഇതിനകത്ത് നടക്കാറുണ്ട്. ഇവിടെയെല്ലാം മദ്യം സുലഭമായി ലഭിക്കും. കഞ്ചാവും അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിലെല്ലാം ഒരു 2 കട കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം പള്ളിപ്പെരുന്നാളിന് വരുന്ന പോലെയാണ് കട വന്ന് നിൽക്കുന്നത്. എല്ലാ സാധനവും ഇവിടെ ലഭ്യമാണ്. പക്ഷേ ആരും മദ്യപിച്ച് വഴിയിൽ കിടന്നുറങ്ങാറില്ല. ഇതിലെ പോകുന്ന സ്ത്രീകളെ ആരും കമൻ്റ് അടിക്കാറില്ല, തോണ്ടാറില്ല. ആരും കഞ്ചാവ് വലിച്ച് അന്തരീക്ഷത്തിലൂടെ പറന്ന് നടക്കാറില്ല. അങ്ങനെയുള്ള ഒത്തിരി മേന്മകൾ ഇതെല്ലാം സുലഭമായി ഇവിടെ ലഭിക്കുന്നത് കൊണ്ട് ഈ മേഖലയിൽ ഉണ്ട്. ഇതുപോലെ ഒരു നൈറ്റ് ലൈഫുള്ള ഒരു വാക്കിംഗ് സ്ട്രീറ്റ് നമ്മുടെ ഇന്ത്യയിൽ എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ സ്ഥിതി സംഭവിക്കാൻ പോകുക എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഏറെക്കുറെ ആ സ്ട്രീറ്റല്ല, ആ കടയടക്കം അവിടെ വരുന്ന സ്ഥാപനങ്ങളടക്കം പൂട്ടിച്ച് ഇവിടെയുള്ള സദാചാരവാദികളും ഇവിടെയുള്ള സർവത്ര ഭ്രാന്തന്മാരും കയറി നശിപ്പിച്ചു കളയും. ഇതിപ്പോൾ അവിടെ ഒരു സർക്കസാണ് നടക്കുന്നത്. ഒരു വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ സിഗരറ്റ് അവൻ്റെ അണ്ടർവെയറിൽ നിന്ന് പുറത്തെടുക്കുന്ന ഒരു സർക്കസാണിത്. ഇങ്ങനെയെല്ലാം പല പല ദൃശ്യങ്ങൾ അവിടെ അവർ അവതരിപ്പിച്ച് അവരൊരു തൊപ്പിയുമായി വരും. കാണിക്കയിടാൻ സാധിക്കുന്നവർ മനസ്സുള്ളവർ അതിലിടുക. നമ്മൾ മലയാളികൾ പൊതുവെ ബക്കറ്റ് കാണുമ്പോൾ ഓടി ഒളിക്കുന്ന ശീലമുള്ളതുകൊണ്ട് ഞങ്ങളാരും ഈ മേഖലയിൽ കാഴ്ച കണ്ടതിന് ശേഷം തൊപ്പിയെ മൈൻഡാക്കാൻ വേണ്ടി നിന്നില്ല. അടുത്ത പ്രദർശനം കാണുന്നതിന് വേണ്ടി ഇവിടെ നമ്മളെ ഈ ഷോകളിലേക്കെല്ലാം ആകർഷിക്കുന്നതിന് വേണ്ടി അവിടുത്തെ നടക്കുന്ന ഐറ്റങ്ങളും അതുപോലെ ടിക്കറ്റ് ചാർജുകളും എല്ലാം പറഞ്ഞ് നമ്മളെ അങ്ങോട്ട് ക്ഷണിക്കുന്നതിന് വേണ്ടി സ്ത്രീകൾ, നല്ല ചെറുപ്പക്കാരത്തി പെണ്ണുങ്ങളടക്കമുള്ള ആൾക്കാർ ഇവിടെ 100 കണക്കിനാണ്. അതായത് ഒരുപാട് ആൾക്കാരാണ് ഈ മേഖലയിലെല്ലാം തൊഴിൽ ചെയ്യുന്നത്. അവർക്കാർക്കും മറ്റുള്ളവരുടെ കാര്യം നോക്കാൻ വേണ്ടി ഒരു തുള്ളി സമയമില്ല എന്നതാണ് സത്യം. നമ്മുടെ ഇവിടെ ഒരു നാട്ടിൻപുറത്തോട് നടക്കുകയാണെങ്കിൽ ഒരു സ്ത്രീ പോയിട്ടുണ്ടെങ്കിൽ 1 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുമ്പോൾ 1000 കണ്ണുകൾ അവളുടെ മേത്തൂടി പോകും. ഒരാൾക്കും സ്വതന്ത്രമായി നടക്കാൻ നമ്മുടെയൊക്കെ നാട്ടിൽ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ സ്ത്രീകളടക്കം എല്ലാവരും ബിസിയാണ്. ഇവിടെ ആർക്കും മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല. രാവിലെ ഇവരുടെ തൊഴിലുമായി ഇറങ്ങുന്നു, വൈകുന്നേരം ഇവരുടെ പണിയെല്ലാം അവസാനിപ്പിച്ച് ഒരു വീട്ടിൽ പോകുന്നു. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നൈറ്റ് ലൈഫിൽ വരുന്നവർ രാത്രിയിൽ വരുന്നു, പകൽ പോയി കിടന്നുറങ്ങുന്നു. ഇതെല്ലാം ചെറുപ്പക്കാർ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഫാമിലി ആയിട്ട് ആൾക്കാർ വരുന്നത്. ഇതെല്ലാം ഇവിടെ നമ്മുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കെട്ടിയവന്മാരെ ഭാര്യമാർ വീടിൻ്റെ പുറത്തിറക്കത്തില്ല. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെല്ലാം ഫാമിലിയായിട്ട് അവിടെ പോയി സന്ദർശിക്കുന്നുണ്ട്. ഭാര്യയും ഭർത്താവൊക്കെ കയ്യെ പിടിച്ചാണ് ഈ ദൃശ്യങ്ങളെല്ലാം കണ്ട് അതിലേ പോകുന്നത്. അപ്പനും മക്കളും എല്ലാം പോകുന്നുണ്ട്. ഇതൊന്നും അവരൊരു ചർച്ചാ വിഷയമാക്കുന്നില്ല. നമ്മൾ പോലും പോകുന്ന ആൾക്കാർ ഇതെല്ലാം കണ്ട് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് സ്വന്തം നാട്ടിൽ വരുമ്പോൾ മൊബൈൽ ടവറിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. എല്ലാവർക്കും മൊബൈലിന് റേഞ്ച് വേണം, പക്ഷേ ആരും ടവറിന് സ്ഥലം കൊടുക്കുകയില്ല. എല്ലാവർക്കും മദ്യം വേണം. ഒരു കള്ളി ഷാപ്പോ ഒരു ബിവറേജ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മദ്യവിരുദ്ധ സമിതിക്കാരും മദ്യമുക്തി ശ്രീയും ഇവരെല്ലാം കൂടെ ഒച്ചപ്പാടും ബഹളവുമായി അത് പൂട്ടിക്കുന്നതുവരെ സമരം ചെയ്യും. പക്ഷേ മാഹിയിലും ഗോവയിലുമെല്ലാം ഈ വക സംവിധാനങ്ങൾ എല്ലാം നടക്കുന്നുണ്ട്. മദ്യഷാപ്പുകളുണ്ട്, ബാറുകളുണ്ട്, ചിലയിടങ്ങളിൽ ചെറിയ രീതിയിൽ നൈറ്റ് ലൈഫുകളുണ്ട്. ഒരുപാട് സമയമില്ല എങ്കിൽ പോലും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട്. അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള സദാചാരബോധം സടകുടഞ്ഞെണീക്കും എന്നതിനാൽ ഇതൊന്നും
അധികം നാൾ കൊണ്ടുപോകുക സാധ്യമല്ല. കള്ളു കുടിച്ച ഒരു മനുഷ്യൻ പോലും ഈ പ്രദേശങ്ങളിൽ ചീത്ത വിളിക്കുന്നതോ കാലിൽ നിന്ന് ആടുന്നതോ ഒന്നും കണ്ടിട്ടില്ല. പല വ്യത്യസ്ത ഇനം മദ്യവും അതുപോലെ തന്നെ മാംസ ഉൽപ്പന്നങ്ങളും എല്ലാം ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. രാത്രി 11 മണിക്ക് ശേഷം ഇതിനെല്ലാം വൻ വിലയാണ് ഇവ മേടിക്കുക. കാരണം പുറമെ ഗവൺമെൻറ് അംഗീകൃത ഔട്ട്ലെറ്റിൽ കിട്ടുന്ന മദ്യം ഇവിടെ വന്ന് മേടിക്കുമ്പോൾ നൈറ്റ് ലൈഫ് ആയതിനാൽ ഈ ബാറുകാർക്ക് ലക്ഷറി ടാക്സോ അങ്ങനെ എന്തൊക്കെയോ അടയ്ക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മദ്യത്തിനെല്ലാം ഇരട്ടി വിലയാണ് ഇതിൻ്റെ ഉള്ളിലെല്ലാം മേടിക്കുക. ഡാൻസ് ബാറിലെല്ലാം നിശാനൃത്തം കാണുന്നതിന് വേണ്ടി കയറിയിട്ടുണ്ടെങ്കിൽ നിക്കർ ഊരി ഇറങ്ങി പോരേണ്ട അവസ്ഥ ഉണ്ടാകുമെന്ന കാര്യം 100% ഉറപ്പാണ്. അതുകൊണ്ട് കയ്യിൽ പൈസ ഇല്ലാത്തവർ ഇതെല്ലാം ജസ്റ്റ് കയറി കണ്ട് ഇറങ്ങി പോവുക. നയനസുഖം മാത്രം ലഭിക്കും, അല്ലാണ്ട് വേറെ അതിൽ കൂടുതൽ വേണമെങ്കിൽ കയ്യിൽ പൈസയുടെ കെട്ടുമായി പോവുക. കാരണം നമ്മുടെ 1 രൂപ അങ്ങ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് 40 പൈസയെ ലഭിക്കത്തുള്ളൂ. അവരുടെ 40 ബാത്ത് എന്ന് പറയുന്നതാണ് 40 പൈസ എന്നതാണ് നമ്മുടെ 1 രൂപ. അവരുടെ 1 ബാത്ത് ഇവിടെ കൊണ്ടുവന്നാൽ നമുക്ക് 2.5 രൂപ ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1 ലക്ഷം രൂപ കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ 40,000 രൂപ മാത്രമേ അവരുടെ കണക്കിൽ അവിടെ ചിലവാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനാനുപാതികമായി പണവുമായി പോകും. ഒരു പെക്കൊക്കെ മേടിക്കുന്നതിന് 150 ബാത്താണ്, അതായത് നമ്മുടെ 450 രൂപ. ഏറെക്കുറെ എൻ്റെ പൈസ മുഴുവൻ തീർന്നു. വ്യത്യസ്ത ഇനം മദ്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഞാനൊരു ശ്രമം നടത്തിയതിൻ്റെ ഭാഗമായി നല്ല ക്വാളിറ്റിയുള്ള മദ്യമാണ്, അടിച്ചാലൊന്നും അങ്ങനെ കാര്യമായി പൂസാകത്തില്ല, അങ്ങനെയുള്ള മദ്യമാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം, ഇതിൻ്റെ ടച്ചിങ്സ് എന്നെല്ലാം പറയുന്നത് ഏതൊക്കെ സാധനങ്ങളാണ് എന്ന് ഒരു പിടുത്തവുമില്ല. അതുപോലെ അത്രയും അടാർ ഐറ്റംസാണ് ഇവിടെ ചുട്ടു തരുന്നത് നമുക്ക്. ഇങ്ങനെയുള്ള ഒരുപാട് ദൃശ്യങ്ങൾ ഇതിനകത്ത് കാണുന്നുണ്ട്. പട്ടായയിലെല്ലാം പോകുന്ന ആൾക്കാർ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ നൈറ്റ് ലൈഫിൻ്റെ ഭാഗമായുള്ള സെക്സ് ഡാൻസുകളും കഞ്ചാവും മദ്യവും ഇതെല്ലാം വേണ്ടവർ മാത്രം പോയി ആസ്വദിക്കുക, മേടിക്കുക. അല്ലാണ്ട് ഇവരാരെയും നിർബന്ധിക്കുന്നില്ല. ഇവരുടെ പരസ്യങ്ങൾ നൽകും, അതല്ലാണ്ട് ആരെയും തല്ലി പിടിച്ച് വലിച്ച് ഇതിലൊന്നും കയറ്റുന്നില്ല. സ്വമനസ്സാ പോവുക, വേണ്ടവർ ചെയ്യുക, തിരിച്ചു പോരുക. അതാണ് പട്ടായയിലെ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നതും ബീച്ച് റോഡ് എന്ന് പറയുന്നതും അതുപോലെ വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറയുന്ന ഈ സ്ഥലവും. ഈ വാക്കിംഗ് സ്ട്രീറ്റ് മുതൽ പട്ടായ ബീച്ച് റോഡ് വരെയുള്ള ഭാഗങ്ങളാണ് നൈറ്റ് ലൈഫിന് ഏറ്റവും പേര് കേട്ടത് പട്ടായയിൽ. അതുകൊണ്ട് നിങ്ങൾ ഇനി അവിടെ ചെല്ലുന്ന ആൾക്കാർ കൃത്യമായും ഇവിടെയെല്ലാം പോവുക. ഫാമിലി ആയിട്ടാണെങ്കിൽ ഫാമിലി ആയിട്ട്, കുട്ടികളുണ്ടെങ്കിലും സഹോദരന്മാരാണെങ്കിലും ഒന്നും പേടിക്കേണ്ടതില്ല. അവിടെയെല്ലാം എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിലെ പട്ടായ ബീച്ചുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ്. അവിടെ നടക്കുന്ന ചില ആക്ടിവിറ്റീസ്, പാരച്യൂട്ട് റൈഡ്, അതുപോലെ അണ്ടർ വാട്ടർ സീ തുടങ്ങിയ ആക്ടിവിറ്റീസിൻ്റെ ചില വീഡിയോസാണ് പട്ടായ ബീച്ചുമായി ചുറ്റിപ്പറ്റിയുള്ളത്. അപ്പോൾ ഇത് എൻ്റെ പരിമിതമായ അറിവും എൻ്റെ പരിമിതമായ എഡിറ്റിംഗ് കപ്പാസിറ്റിയും എല്ലാം ഉപയോഗിച്ചാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇതെല്ലാം എത്തിക്കുന്നത്. ഇത് ആവശ്യമുള്ളവർക്ക് മാത്രം കാണുക. പട്ടായയിൽ എന്തെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്താണ് പട്ടായ എന്നും മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇത്ര കൃത്യമായി ഞാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഇനിയിപ്പോൾ പോകാൻ സാധിക്കാത്തവർക്കും ഇതൊരു അനുഗ്രഹമായിരിക്കും. ഇത്രയേ ഉള്ളൂ പട്ടായ എന്ന് അവർക്കും ഇതുകൊണ്ട് കണ്ട് മനസ്സിലാക്കാം എന്ന ഉദ്ദേശത്തിലാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. ഇത് ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ ഒന്നും വേണ്ട, ആവശ്യമുള്ളവർ മാത്രം കാണുക, അത്രമാത്രം. അപ്പോൾ ഇപ്പോൾ കാണുന്നത് പട്ടായ സിറ്റിയുടെ രാത്രികാല ദൃശ്യമാണ്. എൻ്റെ ഹോട്ടലിൽ നിന്ന് ഞാൻ പകർത്തിയ ദൃശ്യമാണ്. ഇത്ര മനോഹരമായ ഒരു ടൗണാണ്. കിലോമീറ്റർ വിസ്തൃതിയിൽ ചുറ്റിക്കിടക്കുന്ന ഒരു ടൗണാണ് പട്ടായ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഭാഗത്ത് മാത്രമാണ് ഈ നൈറ്റ് ലൈഫ് ഉള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.